ഹായ് ഗൈസ്, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചക്ക കൊണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കക്കറി, ചക്ക എലിശ്ശേരി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കറി മോഡൽ, അതായത് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ വൻപയർ നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് വേവിക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ വെന്താൽ മതി. അതിൻ്റെ കൂടെ ചക്കയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുരുമുളകും ജീരകം വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരച്ചു കൊടുത്തതിന് ശേഷം ഈ ചക്കയും പയറും അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടിരിക്കും. ഈ വെന്തതിനെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഉടച്ചാൽ മതി, അല്ല നിങ്ങൾക്ക് ഓരോ കഷ്ണങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ കട്ടിക്കുള്ളൊരു കറിയാണ് ഉദ്ദേശിക്കുന്ന, ഒരു എലിശ്ശേരി ടൈപ്പിലുള്ള കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉടയ്ക്കണ്ട. ഞാനിവിടെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്പൂൺ എടുത്തിട്ട്. അതിനുശേഷം നമ്മുടെ ഈ തേങ്ങ അരച്ചുള്ള മിശ്രിതം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണവരെ നന്നായി തിളപ്പിക്കുക. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. അല്ല, നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ചുവപ്പ് കളറാവുന്നവരെ വഴറ്റി ഈ കറിയിലേക്ക് ഇടാം.